ഇനി അടുത്ത നമുക്ക് നോക്കേണ്ടത് നമുക്ക് ഓതൻറ്റിക്കേഷൻ ടോക്കൺ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. അതായത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ടോക്കൺ തിരിച്ച് നമുക്ക് റെസ്പോൺസ് ആയിട്ട് തരും. അതായത് നമുക്കിവിടെ ബാക്കെൻഡിനകത്ത് auth.jsനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ APIക്കകത്ത് ഒരു ക്രിയേറ്റ് ജേസൺ ടോക്കൺ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിന് നമുക്ക് തിരിച്ചൊരു ടോക്കൺ ആയിട്ടായിരിക്കും തിരിച്ചു തരുന്നത്. ആ ടോക്കൺ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലോക്കൽ സ്റ്റോറേജിൽ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ authentication.jsനകത്തോട്ട് വരിക. അതിനകത്ത് നമ്മളിവിടെ ഒരു ടോക്കൺ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കും. ആദ്യം നമുക്ക് ഒരു വേരിയബിൾ എടുക്കാം. const ഈക്വൽ ടു await response.json. ഓക്കെ, ഇനി അടുത്തൊരു വേരിയബിൾ എന്ന് പറഞ്ഞാൽ ടോക്കൺ എന്ന് പറഞ്ഞൊരു വേരിയബിൾ. അതിനകത്ത് നമ്മൾ res.token. ഓക്കെ, നമുക്ക് റെസ്പോൺസ് ഒരു ജേസൺ ഫോർമാറ്റിലാക്കിയിട്ട് അതിനകത്ത് നമുക്ക് ടോക്കൺ ആയിട്ട് എടുക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോക്കൽ സ്റ്റോറേജിനകത്തോട്ട് സെറ്റ് ചെയ്യാം. ലോക്കൽ സ്റ്റോർ സെറ്റ് ഐറ്റമിൽ ഫസ്റ്റ് വേരിയബിൾ എന്ന് പറയുന്നത് കീ ആണ് നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത്തത് നമ്മൾ ഇതിന് വാല്യൂ ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യണം. ഇനി നമുക്കിത് സേവ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഓതൻറ്റിക്കേഷനിലാണ് വന്നിരിക്കുന്നത്. ഇപ്പം ലോഗിൻ പേജിൽ വന്നാണ് നിൽക്കുന്നത്. ഇപ്പം ലോഗിൻ പേജിൽ വന്നിട്ട് ഞാനിവിടെ സേവ് എന്ന് പറഞ്ഞാൽ അടിക്കുന്നു. സേവ് അടിക്കുമ്പോൾ ഈ ഡീബഗ്ഗർ നമുക്ക് ക്ലോസ് ചെയ്യാം. അതിൽ നമുക്ക് നെറ്റ്വർക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ലോഗിൻ എന്ന് പറഞ്ഞ APIയിൽ നമുക്ക് തിരിച്ചു വരുന്നത് ഒരു ടോക്കൺ ആയിട്ടായിരിക്കും വരുന്നത്. എന്നിട്ട് നമ്മൾ ഈ ടോക്കൺ എന്ത് ചെയ്യും? നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെക്കും. നമ്മൾ ഈ ലോക്കൽ സ്റ്റോറേജിനകത്തോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടോക്കൺ വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള API റിക്വസ്റ്റിന് നമ്മൾ ഇതിൻ്റെ കൂടെ ടോക്കൺ പാസ് ചെയ്യും. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈവൻസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾ ഇവൻറ്റ്സ് എടുത്തു, ഇതിൽ പുതിയൊരു ഈവൻ്റ് എടുത്തു, എന്നിട്ട് ഈ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു ഡിലീറ്റ് API ആയിരിക്കും വിളിക്കുന്നത്. അപ്പം ഞാൻ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ ആക്ച്വലി ഒരു 404 അൺഓതറൈസ്ഡ് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് അൺഓതറൈസ്ഡ് ആണ്. അപ്പോൾ ഇത് ഓതറൈസ്ഡ് ആക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ടോക്കണും കൂടെ പാസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമുക്കിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. യൂട്ടിൽ എന്ന് പറഞ്ഞൊരു ഫോൾഡർ, അതിനകത്ത് പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുക. auth.token.js. ഓക്കെ, അതിലൊരു പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. എക്സ്പോർട്ട് ഡീഫോൾട്ട് ഫംഗ്ഷൻ ഗെറ്റ് auth ടോക്കൺ. ഓക്കെ, അതിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റ് റിസൾട്ട് നമുക്ക് ലോക്കൽ സ്റ്റോറേജ് എന്നുള്ള വാല്യൂ എടുക്കണം. ഓക്കെ, അത് ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് ഗെറ്റ് ഐറ്റം നമ്മൾ ടോക്കൺ എന്ന് പറഞ്ഞാണ്. കാരണം നമ്മളിവിടെ കീ കൊടുത്തിരിക്കുന്നത് ടോക്കൺ ആണ്. അപ്പോൾ ഗെറ്റ് ഐറ്റം എന്ന് പറയുന്നത് അതിൻ്റെ കീ ആയിരിക്കും. ആ കീയുടെ നെയിം കൊടുക്കണം. ആ കീയുടെ നെയിമിൻ്റെ കറസ്പോണ്ടിങ് നമുക്ക് വാല്യൂ തിരിച്ചു കിട്ടും. എന്നിട്ട് നമ്മളിവിടെ റിട്ടേൺ റിസൾട്ട്. ഓക്കെ, ഇത് നമ്മൾ സേവ് ചെയ്ത് കഴിയാം. ഓക്കെ, സേവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ ഡിലീറ്റിൻ്റെ APIയിൽ നമ്മൾ നോക്കണം. ഓക്കെ, APIയിൽ പോയിട്ട് നമ്മൾ അവിടെ ചേഞ്ച് വരുത്തണം. അവിടെ നമ്മൾ ഈവൻറ്റ് ഡീറ്റെയിൽ, ഓക്കെ, ഈവൻറ്റ് detail.jsനകത്ത് നമുക്ക് ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്കൊരു API ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മെത്തേഡ് request.method എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഹെഡേഴ്സും പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഹെഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. അതിൽ ഞാനിവിടെ ഓതറൈസേഷൻ, ഓക്കെ, ഓതറൈസേഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ bearer പ്ലസ് ഗെറ്റ് auth ടോക്കൺ. ഗെറ്റ് auth ടോക്കണിന് പകരം നമുക്കിവിടെ വേണമെങ്കിൽ ഒരു വേരിയബിൾ സെറ്റ് ചെയ്യാം. വേരിയബിൾ ടോക്കൺ ഈക്വൽ ടു, കാരണം നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ ടോക്കൺ എന്ന് പറയുന്നത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
ഇത് ബെയറർ ടോക്കൺ ആണ്, കാരണം നമ്മളിവിടെ ബെയറർ ഓതന്റിക്കേഷൻ ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, സോ യൂസർ നെയിം ഇമെയിലും പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഇമെയിലും പാസ്വേഡും ആ ക്രെഡൻഷ്യൽസ് വാലിഡ് ആണെങ്കിൽ നമുക്കൊരു ടോക്കൺ ക്രിയേറ്റ് ചെയ്ത് തരും. ആ ടോക്കൺ ആക്ച്വലി ഒരു ബെയറർ ഓതന്റിക്കേഷൻ ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പം നമ്മളിവിടെ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നമ്മളിവിടെ വരുന്നു, ഡിലീറ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ അവിടെ റെസ്പോൺസ് ഇവിടെ ഈവൻറ്റ് ഡിലീറ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഹെഡേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഓതറൈസേഷൻ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ബെയറർ കഴിഞ്ഞിട്ട് നമ്മുടെ ടോക്കൺ. ഓക്കെ, ഈ ടോക്കൺ ആയിരിക്കും നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. ഇനി അടുത്ത നമുക്കൊരു ന്യൂ ഈവൻറ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയും നമ്മൾ ടോക്കൺ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഈ സാധനം നമുക്ക് അവിടെയും പറയണം. ഈവൻറ്റ് ഫോമിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ ബാച്ച് ഉണ്ട്, URL ബാച്ച്. ഇവിടെയാണ് നമ്മുടെ കണ്ടന്റ് ടൈപ്പ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഈവൻറ്റ് ഡീറ്റെയിലിൽ നമ്മൾ ഇതും കൂടെ അവിടെയും പറഞ്ഞു കൊടുക്കണം. ടോക്കൺ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഇവിടെയും ടോക്കൺ പറഞ്ഞു കൊടുക്കണം. വേരിയബിൾ ടോക്കൺ ഈക്വൽ ടു ഗെറ്റ് ഓഫ് ടോക്കൺ. സേവ് ചെയ്ത് കഴിയുമ്പോൾ ടൈറ്റിൽ എൻകോഡിംഗ് ഇമേജ് ഒന്നുമില്ല, 15th എന്തെങ്കിലും കൊടുക്കാം. ഈ സെൻറ്റർ വാലിഡ് URL google.com. ഓക്കെ, ഈ സെൻറ്റർ URL. ഓക്കെ, എന്തെങ്കിലും നമ്മൾ URL കൊടുക്കാം. ഇവിടെ ഒരു ഇമേജിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഇവൻ്റ് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഇവൻ്റ് പോസ്റ്റിൻ്റെ അകത്ത് നമുക്കിവിടെ ഓതറൈസേഷൻ ഹെഡർ നമ്മളിവിടെ പറഞ്ഞു കൊടുത്തു. സോ ഇങ്ങനെയാണ് നമ്മൾ ഓതറൈസേഷൻ ടോക്കൺ നമ്മൾ API ഇങ്ങനെ പാസ് ചെയ്യുന്നത് നമ്മൾ ഇതിനകത്ത് നോക്കിയിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടുക. ഓക്കെ.